ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻഫോകഫയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയാണ്. അതായത് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒന്നും ഇല്ലാണ്ട് ഫോണിലൂടെ വീഡിയോ എടുത്ത് ഫോണിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് എങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ്റെയും അതുപോലെ ഒരു ബെല്ലൈക്കൻ്റെയും ആനിമേഷൻ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ആനിമേഷൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ. അപ്പോൾ കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ പിക്സാബേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. പിക്സാബേ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ എന്ന് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബർ എന്നാണെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ എന്ന് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഈ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഗ്രീൻ സ്ക്രീനോട് കൂടിയ വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡൗൺലോഡ് കൊടുത്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുകളിൽ കിടന്ന ഈ ഓപ്ഷനാണ്. അതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു. കണ്ടോ, സക്സസ്, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗാലറിയിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ആനിമേഷൻ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ആനിമേഷൻ വീഡിയോ. ഇനി ഈ ആനിമേഷൻ വീഡിയോ കൈൻമാസ്റ്ററിലൂടെ നമ്മുടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അതിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ യൂട്യൂബിലാണ് വീഡിയോ ഇടേണ്ടെങ്കിൽ 16:9 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 16:9 സെലക്ട് ചെയ്തിട്ട് ആ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയിലാണോ ഈ ആനിമേഷൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ക്യാമറയിലെടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ക്യാമറയിലെടുത്ത ഒരു വീഡിയോയിലേക്ക് ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്തു. ഇനി ആ വീഡിയോയിലേക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ഞാൻ എൻ്റെ ക്യാമറയിലെടുത്ത വീഡിയോ ആണ്. ഇനി ഇതിലേക്ക് എനിക്ക് ആ ആനിമേഷൻ, അതായത് സബ്സ്ക്രിപ്ഷൻ്റെയും ലൈക്കിൻ്റെ ആനിമേഷൻ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കണം. അപ്പോൾ അതിനായി ഞാനൊരു പൊസിഷൻ സെലക്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെയർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ടോപ്പിൽ കാണുന്ന മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പിക്സാബേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോ വന്ന് കിടക്കുന്നത് ഈ മൂവീസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പോൾ നിങ്ങൾ എവിടേക്കാണോ, ഏത് ഫോൾഡറിലേക്കാണോ ടാർഗറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തത് ആ ഫോൾഡറിൽ നിന്നും ആ ആനിമേഷൻ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ആ ആനിമേഷൻ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ വീഡിയോയുടെ ലെങ്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അത് എവിടെയാണ് കാണിക്കേണ്ടതെന്നൊക്കെയുള്ള ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്തു ഞാൻ. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ സ്ക്രീൻ മാറ്റണം. അതായത് ഈ ആനിമേഷൻ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഗ്രീൻ സ്ക്രീൻ മാറ്റണം. അതിനായിട്ട് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ ക്രോമ കീ എന്ന് പറയുന്ന ഓപ്ഷനില്ലേ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അത് എനാബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെക്ഷൻ ടോപ്പിലേക്ക് 50 നീക്കിയിടുക. അപ്പോൾ അന്നേരം ഗ്രീൻ സ്ക്രീൻ ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിൽ നിന്നും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് അറേഞ്ച് ചെയ്ത് എവിടെ വെക്കണം എന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനത് സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്.
കണ്ടോ? പക്ഷേ അതിൻ്റെ പൊസിഷൻ ഇച്ചിരി ചേഞ്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ ബെല്ലൈക്കൺ സ്ക്രീനിന് പുറത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. വീണ്ടും ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. കണ്ടോ? പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അതായത് ഇതിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇത് ആനിമേഷൻ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. താഴേന്ന് മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു അത് വരേണ്ട ഒരു ഇതൊക്കെ കൊടുക്കുക. സ്പീഡൊക്കെ നിങ്ങൾക്ക് താഴെ തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ സ്ലൈഡ് അപ്പാണ് കൊടുക്കുന്നത്. എനിക്ക് താഴേന്ന് മുകളിലേക്ക് വരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞ് ഒന്നിടം പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? മുകളിലേക്ക് വന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തു. ഇനി അതുപോലെ ഈ ആനിമേഷൻ വീഡിയോ കഴിഞ്ഞിട്ട് അത് ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത്, അപ്പാണോ ഡൗൺ ആണോ എന്നുള്ള രീതിയിൽ ഒരു ഔട്ടർ ആനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യണം. അതിൽ ആ വീഡിയോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ എഴുതിയിട്ടുണ്ട് ഔട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഔട്ട് ആനിമേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ആനിമേഷൻ വന്നു കഴിഞ്ഞാൽ അത് താഴത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ സ്പീഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാനൊരു 2.5 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് സബ്സ്ക്രിപ്ഷൻ്റെയും അതുപോലെ ബെൽ ബട്ടൻ്റെയും ആനിമേഷൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ആനിമേഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കിടിലൻ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.